ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ആസിയാൻ ബന്ധത്തിലെ പുരോഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസിയാൻ നേതാക്കൾക്കൊപ്പം വിലയിരുത്തി. പിഎം ശ്രീ വിഷയത്തിൽ അന്തിമ നിലപാടെടുക്കാൻ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ആലപ്പുഴയിൽ. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത്. കോഴിക്കോടിനെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ച് തിരുവനന്തപുരം ജില്ല ജൈത്രയാത്ര തുടരുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യ ആസിയാൻ ബന്ധത്തിലെ പുരോഗതി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസിയാൻ നേതാക്കൾക്കൊപ്പം വിലയിരുത്തി. തന്ത്രപര സമഗ്ര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികളും നേതാക്കൾ ചർച്ച ചെയ്തു. ആസിയാൻ ഐക്യത്തിനും കേന്ദ്രീകരണത്തിനും കാഴ്ചപ്പാടിനും ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രധാനമന്ത്രി വെർച്വൽ അഭിസംബോധനയിൽ ആവർത്തിച്ച് വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് മലേഷ്യയിലെ കൊലാലംപൂരിൽ 20ാമത് കിഴക്കനേഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്നലെ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായും വിദേശകാര്യമന്ത്രിയുമായും ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യ മാരിടൈം വാരാഘോഷം 2025 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. വാരാഘോഷത്തിൽ നെസ്കോ എക്സിബിഷൻ സെന്ററിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണവും നടത്തും. ഇന്ത്യയിലെയും വിദേശത്തെയും നയരൂപീകരണ വിദഗ്ധരും വ്യവസായികളും നിക്ഷേപകരും 5 ദിവസത്തെ പരിപാടികളിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര സോളാർ അലയൻസ് അസംബ്ലി ഇന്ന് ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും. 4 ദിവസത്തെ സമ്മേളനത്തിൽ 124 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. സുസ്ഥിരവും പ്രകാശമാനവുമായ ഭാവിക്ക് സൌരോർജ്ജ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിൽ ആഗോള സഹകരണം ആഴത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സൌരോർജ്ജ വിനിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനം സമ്മേളനം വിശദമായി ചർച്ച ചെയ്യും. നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച പുതുതലമുറ ജിഎസ്ടി പരിഷ്കരണങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറെ പ്രയോജനകരമായി കഴിഞ്ഞു. ഭക്ഷ്യവസ്തുക്കളുടെ ജിഎസ്ടി നിരക്കുകൾ കുറച്ചത് സാധാരണക്കാർക്ക് എങ്ങനെ സഹായകമായി എന്നതിനെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. പുതുതലമുറ ജിഎസ്ടി പരിഷ്കരണങ്ങളിലൂടെ അവശ്യസാധനങ്ങളുടെ നികുതി കുറച്ചത് പൌരന്മാർക്ക് ഗണ്യമായ ആശ്വാസമാണ് നൽകിയത്. പിസ, ബ്രെഡ്, ചപ്പാത്തി, ഖക്ര എന്നിവയുടെ നികുതി ഒഴിവാക്കി. നേരത്തെ ഇവയ്ക്ക് 5% നികുതി. 18% നികുതി സ്ലാബിൽ ഉൾപ്പെടുത്തിയിരുന്ന പൊറോട്ടയ്ക്കും നികുതി ഒഴിവാക്കി. സൂപ്പുകൾ, പഴച്ചാറുകൾ, ചോക്ലേറ്റുകൾ, കൊക്കോ ഉൽപ്പന്നങ്ങൾ, ചായ, കാപ്പി മുതലായവയ്ക്കും ഗവൺമെന്റ് ജിഎസ്ടി കുറച്ചു. ഇവയ്ക്കെല്ലാം 5% മാത്രമാണ് ഇപ്പോൾ നികുതി. തേയിലയുടെ നികുതി നിരക്ക് താഴ്ത്തിയപ്പോൾ ഉൽപാദന ചെലവ് ഗണ്യമായി കുറയ്ക്കാനും സഹായിച്ചു. ഇത് ഉപഭോക്താക്കൾക്ക് പ്രയോജനവും തേയില കയറ്റുമതിക്കാർക്ക് ഉത്തേജനവുമായി. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ താങ്ങാനാവുന്ന വില, ദൈനംദിന പോഷകാഹാര ലഭ്യത ഉറപ്പാക്കൽ, ഉപഭോഗ പ്രോത്സാഹനം, കുടുംബങ്ങൾക്ക് സാമ്പത്തിക ആശ്വാസം തുടങ്ങിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ് പുതുതലമുറ ജിഎസ്ടി പരിഷ്കരണങ്ങളിലൂടെ സാധ്യമാകുന്നത്. പിഎം ശ്രീ വിഷയത്തിൽ അന്തിമ നിലപാടെടുക്കാൻ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ആലപ്പുഴയിൽ ചേരും. മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്ത സിപിഐഎം നിലപാടിനെതിരെ സിപിഐ നേതാക്കൾ അമർഷം പ്രകടിപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ യോഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. പിഎം ശ്രീ വിഷയത്തിൽ സിപിഐയുടെ പരസ്യ വിമർശനം കണക്കിലെടുത്ത് പാർട്ടി നിലപാട് വ്യക്തമാക്കാൻ സിപിഐഎം അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും രാവിലെ തിരുവനന്തപുരത്ത് ചേരും. യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കും. ഗൾഫ് സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി ഇന്നലെ രാത്രി തിരികെ എത്തിയിരുന്നു. പുതിയ വിദ്യാഭ്യാസ നയത്തിനും സാമ്പത്തിക നയങ്ങൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകൾ പോരാടുന്നത് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണെന്ന് സിപിഐ ദേശീയ സെക്രട്ടറി അമർജിത് കൌർ പറഞ്ഞു. സിപിഐ ശതാബ്ദി സംഗമം കോഴിക്കോട് മുതലക്കുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അമർജിത് കൌർ. 3ാം തവണയും അധികാരത്തിലെത്താൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആലപ്പുഴയിൽ പറഞ്ഞു. സിപിഐഎമ്മും സിപിഐയും ചേർന്ന് സംഘടിപ്പിച്ച മാരാരിക്കുളം സമരവാർഷിക അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ഗോവിന്ദൻ. ആലപ്പുഴയിൽ പുന്നപ്രവയലാർ രക്തസാക്ഷി വാരാചരണം ഇന്ന് സമാപിക്കും. അല്പസമയത്തിനകം വലിയ ചുടുകാട് രക്തസാക്ഷി സ്മാരകത്തിൽ നിന്ന് വയലാറിലേക്ക് ദീപശിഖാ പ്രയാണം ആരംഭിക്കും. വൈകിട്ട് വയലാറിലെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പങ്കെടുക്കും. കോൺഗ്രസ് ബിജെപിയെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ടെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് സംസ്ഥാന സമ്മേളനം ചെങ്ങന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ
കോൺഗ്രസിന്റെ കപടമുഖം വ്യക്തമായതാണ്. എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ഒരേപോലെ കാണുന്ന പാർട്ടിയാണ് ബിജെപി എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള തീരത്ത് നാളെ വരെയും ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോടിനെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി നാളെ പ്രഖ്യാപിക്കും. നവംബർ 1-ന് കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായാണ് ജില്ലാതല പ്രഖ്യാപനം. രാവിലെ മന്ത്രി എ കെ ശശീന്ദ്രൻ എസ് കെ പൊറ്റക്കാട് ഹാളിൽ പ്രഖ്യാപനം നടത്തും. 6773 കുടുംബങ്ങളെ ദാരിദ്ര്യമുക്തമാക്കിയാണ് ജില്ലാതല പ്രഖ്യാപനം നടത്തുന്നത്. പാലക്കാട് നഗരസഭയുടെ ഏതാനും പദ്ധതികൾ ഉച്ചയ്ക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാടിന് സമർപ്പിക്കും. നഗരസഭാ ഓഫീസ് പരിസരത്തെ ചടങ്ങിൽ ആധുനിക സെപ്റ്റേജ് ട്രാൻസ്പോർട്ടേഷൻ വാഹനവും ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ച് തിരുവനന്തപുരം ജില്ല ജൈത്രയാത്ര തുടരുന്നു. മേള നാളെ സമാപിക്കും. സമാപന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 117.5 പവൻ സ്വർണ്ണക്കപ്പ് ഓവറോൾ ചാമ്പ്യന്മാർക്ക് കൈമാറും. മേളയിൽ 1616 പോയിന്റോടെ തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ്. 183 സ്വർണ്ണം, 129 വെള്ളി, 157 വെങ്കലം എന്നിവ അവർ സ്വന്തമാക്കി. 769 പോയിന്റുമായി തൃശൂരാണ് രണ്ടാം സ്ഥാനത്ത്. 698 പോയിന്റ് നേടി പാലക്കാട് മൂന്നാം സ്ഥാനത്താണ്. 687 പോയിന്റുമായി കണ്ണൂരാണ് നാലാം സ്ഥാനത്ത്. ഡെസ്ക് റിപ്പോർട്ട്. ഗെയിംസിലും അക്വാട്ടിക്സിലും തിരുവനന്തപുരം തന്നെയാണ് മുന്നിൽ. 451 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 914 പോയിന്റ് അവർ സ്വന്തമാക്കി. അക്വാട്ടിക്സിൽ 649 പോയിന്റാണ് തിരുവനന്തപുരത്തിന്. അത്ലറ്റിക്സിൽ 162 പോയിന്റോടെ പാലക്കാടാണ് ഒന്നാം സ്ഥാനത്ത്. 155 പോയിന്റുമായി മലപ്പുറം തൊട്ടുപിന്നിലുണ്ട്. സ്കൂൾ വിഭാഗം അത്ലറ്റിക്സിൽ 58 പോയിന്റോടെ മലപ്പുറം കടകശ്ശേരി ഐഡിയൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറിയാണ് ഒന്നാമത്. അത്ലറ്റിക്സിലെ 73% മത്സരങ്ങളും ഗെയിംസിലെ 84% മത്സരങ്ങളും ഇന്നലെ വരെ പൂർത്തിയായി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇത്തവണ ആദ്യമായി ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കാൻ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് വിപുലമായ ഘോഷയാത്ര സംഘടിപ്പിക്കും. സ്വർണ്ണക്കപ്പുമായി എത്തുന്ന വാഹനത്തെ 500 ബൈക്കുകൾ അകമ്പടി സേവിക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഘോഷയാത്രയുടെ സമാപന ചടങ്ങിൽ സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും ഔദ്യോഗികമായി കൈമാറും. ഐസിസി വനിതാ ലോകകപ്പ് ക്രിക്കറ്റിലെ ഇന്ത്യ ബംഗ്ലാദേശ് അവസാന ലീഗ് മാച്ച് മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. മഴ നിയമപ്രകാരം 27 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ 8.4 ഓവറിൽ 57 റൺസ് എടുത്ത ശേഷമുണ്ടായ കനത്ത മഴയാണ് മത്സരം തടസ്സപ്പെടുത്തിയത്. നേരത്തെ ബംഗ്ലാദേശ് 27 ഓവറിൽ 9 വിക്കറ്റിന് 119 റൺസ് എടുത്തിരുന്നു. റാഞ്ചിയിൽ സമാപിച്ച 4ാമത് സാഫ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഓവറോൾ ചാമ്പ്യന്മാരായി. 20 സ്വർണ്ണം ഉൾപ്പെടെ 58 മെഡൽ ഇന്ത്യ സ്വന്തമാക്കി. ശ്രീലങ്കയാണ് രണ്ടാം സ്ഥാനത്ത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചണ്ഡിഗഡിൽ കേരളത്തിനെതിരെ പഞ്ചാബ് ആദ്യ ഇന്നിംഗ്സിൽ 436 റൺസിന് പുറത്തായി. കേരളത്തിനുവേണ്ടി അങ്കിത് ശർമ്മ 4 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച കേരളം ഇന്നലെ കളി നിർത്തുമ്പോൾ 1 വിക്കറ്റിന് 15 റൺസ് എടുത്തിട്ടുണ്ട്. തുലാം പത്തായ ഇന്ന് വടക്കൻ കേരളത്തിലെ കളിയാട്ടങ്ങൾക്ക് തുടക്കമാകും. നീലേശ്വരം അഞ്ഞൂറ്റമ്പലം ക്ഷേത്രത്തിലെ തുലാപ്പത്ത് തെയ്യത്തോടെയാണ് ഈ വർഷത്തെ കളിയാട്ടങ്ങൾ ആരംഭിക്കുന്നത്. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ. തുലാപ്പത്തിന്റെ തുടക്കത്തോടെ വടക്കൻ കേരളത്തിൽ വീണ്ടും കളിയാട്ടങ്ങൾക്ക് തുടക്കമായി. തുലാം 1-ന് തന്നെ തെയ്യങ്ങൾ അരങ്ങിലെത്തി തുടങ്ങിയെങ്കിലും കളിയാട്ടക്കാലത്തിന്റെ വരവറിയിക്കുന്ന അനുഷ്ഠാനം നടക്കുന്നത് തുലാം പിറന്ന് 10ാം ദിവസമാണ്. വിശ്വാസത്തെയും കാർഷിക സംസ്കാരത്തെയും ജനമനസ്സുകളിൽ നിറയ്ക്കുന്ന പുണ്യ ദിവസമെന്നാണ് തുലാപ്പത്ത് അഥവാ 10ാം ഉദയത്തെ പറയുന്നത്. വിശ്വാസികൾക്ക് മനക്കരുത്താണ് ഓരോ തെയ്യക്കോലവും. കൃഷി സമൃദ്ധിയെ കാണാൻ പുഴ കടന്നെത്തിയും വയലിൽ ഇറങ്ങിയും കാർഷിക സംസ്കൃതിയുടെ പെരുമയറിയിക്കുന്നു തെയ്യങ്ങൾ. നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രത്തിൽ ഇത്തവണ കളിയാട്ടം ഉത്സവാന്തരീക്ഷത്തിൽ നടക്കില്ല. കഴിഞ്ഞ വർഷം ഉത്സവത്തോട് അനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിൽ 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞുപോയത്. തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നിർമ്മിച്ച തിരൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് രാവിലെ മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിക്കും. പെരുമ്പടപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെയും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും വികസന സദസ്സും സംസ്ഥാനതല സദസ്സുകളുടെ സമാപനവും ഉച്ചകഴിഞ്ഞ് മന്ത്രി എം ബി രാജേഷ് ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. കോട്ടയത്തിനടുത്ത് കുറവിലങ്ങാട് MC റോഡിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഇരിട്ടി സ്വദേശി സന്ധ്യയാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ആസിയാൻ ബന്ധത്തിലെ പുരോഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസിയാൻ നേതാക്കൾക്കൊപ്പം വിലയിരുത്തി. PM ശ്രീ വിഷയത്തിൽ അന്തിമ നിലപാടെടുക്കാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ആലപ്പുഴയിൽ. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരും.
കോഴിക്കോടിനെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ച് തിരുവനന്തപുരം ജില്ല ജൈത്രയാത്ര തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ